പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് ഞാൻ നിങ്ങളും നിലകൊണ്ടിരിക്കുന്നത്. ഏറെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ റമദാനിലേക്ക് ഒരു വർഷത്തിന്റെ വഴിദൂരം കൂടെ നാം അടുത്തിരിക്കുകയാണ്. അല്ലാഹു പരിപൂർണ്ണ ആഫിയത്തോടുകൂടെ അതിനെ വരവേൽക്കുവാനും വേണ്ടുപോലെ ഉപയോഗപ്പെടുത്തുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ശ്രേഷ്ഠത പഠിപ്പിച്ചു തന്നതായ ശഅബാൻ മാസത്തിൽ നമ്മുടെ വീടുകളിലും നാടുകളിലും പഴയകാല ഉമ്മമാരും ഉപ്പമാരും ചെയ്തിരുന്ന പ്രവർത്തനങ്ങളുണ്ട്. അവിടെ വീടുകളൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി ഒന്ന് അതിന് ഇവിടെ നനച്ചുകൂടിയുന്നവരെ എന്താ നനച്ചുകൂടിയല്ലേ, ആ നനച്ചുകൂടി പരിപാടി ഇന്നും ചിലയിടങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് നാം വൃത്തിയാക്കണം, നമ്മുടെ നാട് നാം വൃത്തിയാക്കണം, നമ്മുടെ പള്ളിയും പരിസരങ്ങളും നാം വൃത്തിയാക്കണം. പക്ഷേ അതൊക്കെ വൃത്തിയാക്കുന്നതിന്റെ മുമ്പ് യഥാർത്ഥത്തിൽ നാം വൃത്തിയാക്കേണ്ട ഒരു സാധനമുണ്ട്. അത് നമ്മുടെ ആത്മാവാണ്, നമ്മുടെ ശരീരത്തിലുള്ള ഹൃദയമാണ്. ആ ഹൃദയത്തിനെ നാം ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമായ ദോഷങ്ങളും കഴുകി ശുദ്ധിയാക്കി തൗബ ചെയ്തുകൊണ്ട് മടങ്ങി അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന അടിമയായി നമ്മൾ മാറിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് പരിശുദ്ധമായി റമദാനും അത് കഴിഞ്ഞിട്ട് പരിശുദ്ധമായി ശഅബാനും അത് കഴിഞ്ഞിട്ട് വരാനുള്ളതായ റമദാനും നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിധത്തിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യം നാം ചെയ്യേണ്ട നനച്ചുകുളി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ കുളിയാണ്, ഹൃദയത്തിനുള്ള ശുദ്ധീകരണമാണ്. കാരണം നമ്മുടെ ഇന്ന് കാലങ്ങളിൽ ജീവിക്കുമ്പോ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ റജബ് മാസത്തിൽ നീ തെറ്റ് ചെയ്തുകൊണ്ട് കറുത്തുപോയെന്ന 7 പുസ്തകങ്ങൾ വെളുപ്പിച്ചെടുത്തോ എന്ന് പറഞ്ഞ ആ നന്മകൾ ചെയ്തുകൊണ്ട് ഹൃദയത്തിനെ ശുദ്ധിയാക്കിയ ആളുകൾക്ക് മാത്രമേ പരിശുദ്ധമായ റമദാനിനെ അനുകൂലമാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം നാം ചെയ്യേണ്ടത് പരിശുദ്ധമായ നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കലാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യം നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അലാ മനുഷ്യ, നിങ്ങൾ അറിയണേ, വഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങളുടെ ശരീരത്തിൽ അല്ലാഹു ഒരു മാംസ കഷ്ണം നൽകിയിട്ടുണ്ട്, ഒരു അവയവം നിങ്ങൾക്കുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ആ അവയവം നന്നായോ നിങ്ങളുടെ ശരീരം മുഴുവൻ നന്നായി. വഇദാ ഫസദത്, ആ അവയവം കേടുവന്നാൽ ഫസദത്തിൽ ജസദു കുല്ലു, ശരീരം മുഴുവനും മോശമായി, ശരീരം ആകപ്പാടെ കേടുവന്നതായി മാറി. അലാ വഹിയൽ ഖൽബ്, ഏതാണ് അവയവം? അത് ഹൃദയമാണ്. നാം മനസ്സിലാക്കണേ, നന്നാകാനും വേണ്ട അവയവം ഹൃദയമാണ്. ഒരു മനുഷ്യൻ മോശമാകാനും വേണ്ടത് ഹൃദയം തന്നെയാണ്. ഇതിനെ സംബന്ധിച്ചുകൊണ്ട് മഹാനാവുന്ന ലുഖ്മാനുൽ ഹകീം തങ്ങൾ ഒരു അടിമയായിരുന്നല്ലോ. മഹാൻ തന്റെ യജമാനനോട് ഒരിക്കൽ പറയുകയാണ്, യജമാനൻ തന്നോട് പറയുകയാണ്, ഒരു ആടിനെ അറുത്ത് അതിന്റെ ഏറ്റവും നല്ല ഭാഗം കൊണ്ടുകൊടുക്കാൻ വേണ്ടി ലുഖ്മാനുൽ ഹകീം തങ്ങളോട് പറയുകയാണ് യജമാനൻ. അദ്ദേഹം ഒരു ആടിനെ അറുത്തു, അതിന്റെ ഏറ്റവും നല്ല ഭാഗമായ ഹൃദയം തന്നെ യജമാനന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. യജമാനൻ വളരെ സന്തോഷത്തോടുകൂടി അത് ഏറ്റുവാങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. വീണ്ടും ലുഖ്മാനുൽ ഹകീം തങ്ങളോട് പറഞ്ഞു, ഒരാടിനെ നിങ്ങൾ അറുത്തുകൊണ്ട് അതിൽ ഏറ്റവും മോശമായ ഭാഗം എനിക്ക് കൊണ്ടുതരിക. പോയി ആടിനെ അറുത്തു. വീണ്ടും അതാ ഹൃദയം തന്നെയായി കൊണ്ട് യജമാനന്റെ അരികിലേക്ക് കടന്നു ചെല്ലുകയാണ്. യജമാനൻ ലുഖ്മാനുൽ ഹകീം തങ്ങളൊന്ന് നോക്കി, എന്തപ്പത്, നല്ല അവയവം കൊണ്ടുതരാൻ പറഞ്ഞപ്പോഴും ഹൃദയം തന്നെ, ചീത്ത അവയവം കൊണ്ടുതരാൻ പറഞ്ഞപ്പോഴും ഹൃദയം തന്നെ. എന്താണ് ഇതിന്റെ കാരണമെന്നോ സ്നേഹ സഹോദരങ്ങൾ ലുഖ്മാനുൽ ഹകീം തങ്ങളോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ലുഖ്മാനുൽ ഹകീം തങ്ങൾ അവർക്ക് മറുപടി നൽകുകയാ, നഅം യാ സയ്യിദി, യജമാനനെ, അതേ രണ്ടിനും പറ്റിയ അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഇന്നൽ ഖൽബ വൽ ലിസാന ഹുമാ അബ്സറു ശൈഅ, നാവ് ഹൃദയം എന്ന് പറയുന്ന അവയവം അത് ഏറ്റവും നല്ല അവയവം തന്നെയാണ്. അതുപോലെ തന്നെ ഈ 2 അവയവം ഏറ്റവും മോശമായ അവയവവുമാണ്.
ഒരു മനുഷ്യനിൽ ഈ ഹൃദയവും നാവും നന്നാകൽ എപ്പോഴാണ്? ഇദാ സ്വലഹ. അതിന് അള്ളാഹ് പറഞ്ഞ കൂട്ടിൽ ഉപയോഗിക്കുമ്പോ, ഹൃദയം ശുദ്ധിയാക്കുമ്പോ, അവിടെ ആരോടും വെറുപ്പില്ലാത്ത ഒരു ഹൃദയം, ആരോടും അസൂയയില്ലാത്ത, ആരോടും പകയില്ലാത്ത ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ആ അവയവം നല്ലതാണ്. അത് ഏറ്റവും മോശമാകൽ എപ്പോഴാ? ഹൃദയത്തിലെ മോശത്തിലുണ്ടാകുമ്പോ മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും പകയും അഹങ്കാരം തുടങ്ങിയിട്ടുള്ള എല്ലാ ദൂഷ സ്വഭാവങ്ങളും മനസ്സിലുണ്ടാകുമ്പോ, അല്ലെങ്കിൽ നാവ് കൊണ്ട് പ്രവർത്തിക്കുമ്പോ അത് രണ്ടും ഏറ്റവും മോശമുള്ളതുമായി മാറിയെന്ന് മഹാനാകുന്ന ലുഖ്മാനുൽ ഹകീം അവിടുന്ന് മറുപടി കൊടുക്കുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഏറ്റവും നല്ല അവയവം ഹൃദയമാണ്, ഏറ്റവും മോശമായ അവയവം ഹൃദയമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പതിലാക്കപ്പെട്ട പരിശുദ്ധമായ റമദാനിൽ എത്തുമ്പോഴേക്ക് ആ ഹൃദയത്തിനെ ഏറ്റവും നല്ല അവയവമാക്കി നാം മാറ്റണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള ആകെ പോംവഴി എന്താ? ഇസ്തിഗ്ഫാർ ചൊല്ലുക, ചെയ്തു പോയ പാപങ്ങളെ തൊട്ട് മുക്തമാകുക, ഹൃദയത്തിനെ ശുദ്ധീകരിക്കുക. നനച്ചുകുളി എന്ന് പറഞ്ഞ പരിപാടി ആദ്യം ഹൃദയത്തിൽ ചെയ്യുക. പരിശുദ്ധമായ സൂറത്തുൽ റഅദിന്റെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തി തന്നതല്ലേ, വയസ്തഅജിലൂനക ബിസ്സയ്യിഅതി ഖബലൽ ഹസന. നബിയേ, അവർ നിങ്ങളോട് നന്മകൾക്ക് പകരം ശിക്ഷകളിലേക്ക്, അദാബുകളിലേക്ക്, കുറ്റകൃത്യങ്ങളിലേക്ക് ഉടരുന്നത് തന്നെ ചെയ്യും. ഉടനാൻ വേണ്ടി അവരിങ്ങനെ പ്രേരിപ്പിക്കും. എന്നാൽ അവർക്ക് പാഠം ഉൾക്കൊള്ളാൻ പാകത്തിനുള്ളതായ അദാബുകളും നന്മകളൊക്കെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവരതൊന്നും ചെയ്യുന്നില്ല. പിന്നെയോ അവരെ ഹൃദയം ശുദ്ധിയാക്കാൻ ജനങ്ങൾ എത്ര വലിയ അപകടകാരികളാണെങ്കിലും ആ ഹൃദയം ശുദ്ധീകരിക്കാൻ വേണ്ടി അല്ലാഹു സന്നിഹിതനാണ്. അതുപോലെ ഹൃദയം ശുദ്ധിയാക്കിയിട്ടില്ലെങ്കിലോ കിട്ടാവുന്ന ശിക്ഷ നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും കഠോരമായ ശിക്ഷ നൽകുന്നവരുമാണ് യജമാനനായ അല്ലാഹ്. ഏതാ നമുക്ക് വേണ്ടത്? രണ്ടിനും അല്ലാഹു റെഡിയാണ്. ഏതുവാണോ? സംശുദ്ധമായ ഹൃദയം വേണം, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് വേണം. അതിനെന്ത് ചെയ്യണം? പരിശുദ്ധമായ നല്ല നല്ല സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്തു തീർക്കണം. ഹൃദയം മോശമാണോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നവരുടെ കൂട്ടത്തിൽ നാം പെടില്ല. ഒരുപാട് ഹദീസുകളുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മുന്നിൽ പാഠമാണ്. മഹാനാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, യതുലുല്ലാഹു ഇലാ ഖൽഖിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ മാസത്തിലെ 15-ാമത്തെ രാവ്, ഇപ്രാവശ്യം വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ്, അല്ലാഹു എത്തിക്കട്ടെ. ആ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിജാലങ്ങളിലേക്ക് വെളിവാകുമെന്ന് പറഞ്ഞാൽ അല്ലാഹ് നമുക്ക് കാണാൻ പറ്റുന്നൊന്നും അർത്ഥമല്ല. അല്ലാഹുവിന്റെ ഒരു സഹായം നമുക്ക് വരും. എന്താണ് ആ സഹായം എന്നറിയോ? അല്ലാഹു പരിശുദ്ധമായ ശഅബാനിന്റെ പകുതിയിലെ ആ രാവിൽ, 15-ന്റെ രാവിൽ നമ്മളിലേക്ക് ആഗതമായി കൊണ്ട് അല്ലാഹു എല്ലാ അടിമകൾക്കും മാപ്പ് നൽകും. ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, തൗബ ചെയ്യുന്ന, റബ്ബിനോട് ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു മാപ്പ് നൽകും. അതിൽ 2 വിഭാഗം ആളുകളെ ഒഴിവാക്കുകയാണ്. ഒന്ന് ശിർക്ക് വെച്ചാണ് അല്ലാഹു മാപ്പ് കൊടുക്കൂല. ഏകദൈവ വിശ്വാസിയായ റബ്ബിൽ വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ അല്ലാഹുവിന്റെ മാപ്പ് കിട്ടൂ. അതിന് നമ്മൾ പെടും. രണ്ടാമത്തത് ഹൃദയത്തിൽ കേടുപാടുള്ള ആൾക്കാർ, മറ്റവരോട് വെറുപ്പുള്ള, വിദ്വേഷമുള്ള, ദേഷ്യമുള്ള, പകയുള്ള, അഹങ്കാരമുള്ള, അസൂയുള്ള, ആഹ്ലാദമായ ആൾക്കാർ, അവർക്ക് അല്ലാഹു ശഅബാനിന്റെ അന്തപോലും മാപ്പ് നൽകുകയില്ലെന്ന് പുണ്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹ്. ഭയങ്കര അപകടം. നമ്മൾ വിചാരിക്കും ഓരോടും നമുക്ക് ദേഷ്യമുള്ളതിന് എന്താ അത്ര വലിയ അപകടം? അത് വലിയ അപകടം. അതുകൊണ്ടല്ലേ എല്ലാ ആഴ്ചകളിലും മഹാന്മാരായ ഖതീബുമാരും ഖുതുബ അവസാനിക്കുമ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആ എന്താ? റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. പടച്ചവനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഈമാനിലുള്ള സഹോദരന്മാർക്കും മുഅ്മിനീങ്ങൾക്ക്, സകലമായ മുഅ്മിനീങ്ങൾക്കും നീ മാപ്പ് നൽകണേ. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യുകയാ, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. റബ്ബേ, നിന്നെ വിശ്വസിക്കുന്ന,
നിന്റെ ഇഷ്ടദാസന്മാരായ മുഅ്മിനീങ്ങളായ ആളുകളോടുള്ള ഒരു വെറുപ്പോ വിദ്വേഷമോ ദേഷ്യമോ തുടങ്ങി ഹൃദയത്തിന്റെ ഒരു രോഗങ്ങളും ഞങ്ങൾ ഹൃദയത്തിൽ നീ നൽകല്ല അല്ലാഹ്. എല്ലാ ആഴ്ചയും ദുആ ചെയ്യാണ്. നമ്മളിങ്ങനെ ആമീൻ പറയാറില്ലേ? എന്താണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടോ? റബ്ബനാ യഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. പടച്ചവനെ, എനിക്കും എന്റെ മുഅ്മിനീങ്ങളായ എല്ലാവർക്കും നീ മാപ്പ് നൽകണേ. എന്നിട്ട് പറയാ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലാ. വേണ്ടാത്ത ഒരു ദേഷ്യം, വേണ്ടാത്ത ഒരു സ്വഭാവം അതിന്റെ ഹൃദയത്തിൽ നൽകണേ. ആരോട്? ലില്ലദീന ആമനൂ. നിന്നെ വിശ്വസിച്ച വിശ്വാസികളോടുള്ള ഒരു വെറുപ്പ്, ഒരു വിദ്വേഷം അതിന്റെ ഹൃദയത്തിൽ നീ നൽകല്ലേ. റബ്ബനാ ഇന്നക റഊഫുർ റഹീം. നമ്മാണ് നാം പറഞ്ഞു പോയിട്ടാണ് അവിടെ. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ആഴ്ചയിൽ ദുആ ചെയ്യുന്നത്? അത് വലിയ അപകടകാരിയാണ്. ഇത് ഇവിടെ മാത്രമല്ല, പല മുതലാക്കപ്പെട്ട സ്ഥലങ്ങളിലും അല്ലാഹു ഔദാര്യം ചെയ്തു കൊടുക്കുമ്പോ അതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കേണ്ടി വരും. മാമോദനം നമുക്ക് കിട്ടില്ല. ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇതുപോലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, യത്ലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. അങ്ങനെയുള്ള ആത്മാർത്ഥമുള്ളവർ മാത്രം കേൾക്കുമ്പോൾ നമുക്ക് പറയാനൊരു പ്രശ്നമാണ്. നിങ്ങൾ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാ, സ്വഹാബ, ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വരും. എന്താ മനുഷ്യന്റെ പ്രത്യേകത? മിൻ അഹ്ലിൽ ജന്ന. അവൻ സ്വർഗത്തിന് അവകാശിയാണ്. അവൻ സ്വർഗത്തിന്റെ ആളാ. സ്വഹാബത്തൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഞങ്ങളുടെ അരികിലേക്ക് ആ കടന്നു വരുന്ന ഭാഗ്യവാനാരാ? റസൂലുള്ളാഹി തങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന സർട്ടിഫിക്കറ്റ് നൽകിയ ആ മഹാഭാഗ്യം ലഭിച്ചവനാരാണ്? സ്വഹാബത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് അൻസാരികളിൽപ്പെട്ടതായ ഒരു മനുഷ്യനതിലേക്ക് വരികയാണ്. എല്ലാവർക്കും അദ്ദേഹത്തെ കണ്ടപ്പോ ആദരവ് തോന്നി, സന്തോഷം തോന്നി. സ്വർഗത്തിന്റെ അവകാശിയാണല്ലോ. പക്ഷേ സ്വഹാബത്ത് ചിന്തിക്കുകയാണ്, എന്ത് കാര്യം കൊണ്ടാണ് അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയായി മാറിയത്? എല്ലാവർക്കും ആശങ്കയായി. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നീക്കുപോക്കുകൾ നിരീക്ഷിക്കാൻ തുടങ്ങി. 3 ദിവസം അദ്ദേഹത്തെ പിന്തുടരുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 3 ദിവസം നിരീക്ഷിച്ചിട്ടും ഫലം ധാരാളം അമൽ ചെയ്യുന്നതായിട്ടൊന്നും മഹാൻ കണ്ടില്ല. പ്രത്യേകമായ ഒരു അമലും ദീർഘിപ്പിക്കുന്നതായി കൊണ്ടോ വർദ്ധിപ്പിക്കുന്നതായി കൊണ്ടോ ആ മനുഷ്യനിൽ നിന്ന് കാണാൻ കഴിഞ്ഞില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പുണ്യ നബി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളാണെന്ന് നിങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ 3 ദിവസമായി കൊണ്ട് നിങ്ങളെ പിന്തുടരുകയാണ്. ഞങ്ങൾ ചെയ്യാത്ത ഒരു അമല് നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. കൂടുതലായ അമലുകളൊന്നും വർദ്ധിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെങ്ങനാ നിങ്ങൾക്ക് ഈ കിട്ടിയതായ വലിയ അനുഗ്രഹം അല്ലാഹു നൽകിയതെന്ന് ചോദിച്ചപ്പോ മഹാനായ മനുഷ്യന് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറയുകയാ, മാ ഹുവ ഇല്ലാ മാ റഅയ്ത ഗൈറനി ലാ അജിദു ഫീ നഫ്സി ഗില്ലാ. ഒരു അമലും ഞാൻ ചെയ്യലില്ല, ഒരു കൂടുതലുള്ള അമലും എന്റെ ജീവിതത്തിലില്ല. പക്ഷേ എന്നിലുള്ള ശ്രദ്ധത എന്തെന്നറിയോ? അന്നീ ലാ അജിദു ഫീ നഫ്സി ഗില്ലാ ലിഅഹദിൻ മിനൽ മുസ്ലിമീൻ. മുഅ്മിനായ മുസ്ലിമായ അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിച്ച ഒരു മനുഷ്യനോടും എന്റെ മനസ്സിൽ വെറുപ്പില്ല. അതാണ് ചെയ്തത്. ലാ അജിദു ഫീ നഫ്സി ഗില്ലാ. ഒരു വെറുപ്പോ വിദ്വേഷമോ എന്റെ മനസ്സിലില്ല. ലിഅഹദിൻ മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളോടും എനിക്ക് വെറുപ്പില്ല, വിദ്വേഷമില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ്, ആ ഒറ്റ കാര്യം കൊണ്ടാ. അതുപോലെ തന്നെ വലാ ഹസുദുഹു അലാ ഖൈരിൻ അതാഹു അല്ലാഹു തആല ഇയ്യാ.
പോവുകയില്ല. അത് നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുമല്ല. ഈ ഒരു നേട്ടമാണ് എന്റെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം എനിക്ക് നിർബന്ധമാക്കിയിട്ടുള്ളതെന്ന് മഹാനായ ആ മനുഷ്യന് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ മഹാൻ പറയുകയാണ്, ഈ സ്വഭാവം തന്നെയാണ് അങ്ങേ മഹാനാക്കി മാറ്റിയത്. ഞമ്മക്ക് കഴിയുന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പൊ പിന്നെ നമുക്ക് കഴിയോ? കഴിയൂലേ? കഴിയണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കാം. അപ്പൊ പിന്നെ മൗഫിറത്തും റഹ്മത്തൊക്കെ ഇറങ്ങുന്ന വിഭാഗത്തിൽ നമ്മളൊപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭാഗത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ.